വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോർഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? സ്ഥലം എവിടെയാ? പത്തനാപുരം. എന്ത് ചെയ്യുന്നു? പഠിക്കുക. ഗൗരി വന്ദന ബി. സ്ഥലം പത്തനാപുരം. ഓക്കെ. ഹരീഷ് ജയൻ പത്തനാപുരം. രാഹുൽ നല്ല നല്ല പേര് കേട്ടോ. എന്തൊക്കെ നിങ്ങളെല്ലാവരും ചിരിച്ചത്? അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. ഇനി എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഫേസ് കണ്ടിട്ട് രസകരമായ ആൻസർ തന്നെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. 20 സെക്കൻഡിനുള്ളിൽ എന്തോ എല്ലാ രസികന്മാരാണ്, കാണുമ്പോഴേ അറിയാം. അപ്പോൾ 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം. ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയ്. ഓക്കെ, അപ്പം കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആദ്യത്തെ ചോദ്യം, മോതിരം ഇടുന്ന പച്ചക്കറി ഏതാണ്? ലേഡീസ് ഫിംഗർ കറക്റ്റ് ആൻസർ ആണ്. ലേഡീസ് ഫിംഗറിന്റെ മലയാളം പറയൂ. വെണ്ടയ്ക്ക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കടിച്ചമർത്താൻ പറ്റാത്ത ഒരു വേദന ഉണ്ട്. ഏതാണ് ആ വേദന? പല്ലുവേദന കറക്റ്റ് ആൻസർ ആണ്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ്? ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ്? ചിരിപ്പിക്കുന്ന ഒരു പക്ഷിക്ക് പകരം കിളി എന്ന് ഉപയോഗിക്കാൻ വേണമെങ്കിൽ. കുസൃതി ചോദ്യമാണ്. ഇക്കിളി കറക്റ്റ് ആൻസർ. ആരാ പറഞ്ഞേ? അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, കടലിന് നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ്? ലൈറ്റ് ഹൗസ് കറക്റ്റ് ആൻസർ. അപ്പോൾ എല്ലാവരും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ വീതം നൽകിയിട്ട് ഇഞ്ചോട് ഇഞ്ച് തന്നെയാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അടിപൊളിയല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ? കൊള്ളാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അകത്തും പുറത്തും പച്ച, കഴിച്ചാൽ ചുവപ്പ്, തുപ്പിയാൽ കറുപ്പ്, എന്താണ്? വാട്ടർമെലൺ. ഇവിടെ ആദ്യമേ പറഞ്ഞു. രണ്ടൊന്നല്ല, ഇവിടെ ആദ്യമേ ആൻസർ പറഞ്ഞു. ഇപ്പൊ 2 ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ നിന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാണാൻ പറ്റും പക്ഷെ പിടിക്കാൻ പറ്റില്ല, എന്താണ്? വായു. എയർ കാണാൻ പറ്റൂലല്ലോ. വേറെ കാണാൻ പറ്റും പിടിക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. കാണാൻ പറ്റും പിടിക്കാൻ പറ്റില്ല. കാറ്റല്ല. അല്ല, കുറച്ചുകൂടി. നിഴൽ നമുക്ക് കാണണമെങ്കിൽ കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അതിന് മുന്നേ ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ശംഭുവിന്റെ ഒരു പാട്ട് കേൾക്കാം. ഇഷ്ടമുള്ള പാടിക്കോ. ഒരു പാട്ടാ വേണ്ടേ? അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കിയില്ലേ, എന്നീലമിഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ, എന്നും നിന്നോർമ്മയിലെന്നോവുണരുമ്പോൾ പാഞ്ഞങ്ങ് പോകരുത് വാർമഴവില്ലേ, മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റ്, നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻകുയിൽ പാട്ട്, വെള്ളിക്കൊലുസിട്ട കാലച്ച കേൾക്കാൻ കാത്തിരിക്കും എൻ്റെ ഹൃദയം, നിനക്കു മാത്രമായി. സുന്ദരിയേ വാ, വെണ്ണിലവേ വാ, എൻ ജീവതാളം നീ പ്രണയിനി. സൂപ്പർ. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും വേണ്ടി വരുന്ന പക്ഷെ ആരും വാങ്ങി വെക്കാത്ത സാധനം. ശവപ്പെട്ടി കറക്റ്റ് ആൻസർ. ഇവിടെ നിന്നാണ് വന്നത്. ഇപ്പോൾ 3 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ്? എല്ലാവരും ഈ ഒരു സംഭവം ഇങ്ങനെ വരുമ്പോൾ മുഖം മറയ്ക്കും. വാട അല്ല, മരിക്കുമ്പോ എന്നുവെച്ചാ എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ്? അതല്ല, മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോകുമ്പോ അതല്ല, ചിരി വരുമ്പോഴല്ല, വേറൊരു സാധനം വരും. സാധാരണ പൊടി അടിക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനം. തുമ്മുമ്പോ കറക്റ്റ് ആൻസർ. കണ്ടോ? ആൻസർ കിട്ടി. 2 ആയി. ഇവിടെ 3 കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് ബാക്കി. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പുതിയതായി കിട്ടുമ്പോൾ നിറഞ്ഞിരിക്കും, പഴകും തോറും കാലിയായിട്ട് വരും, എന്താണ്?
ഈ ഒരു സാധനം പുതുതായിട്ട് കിട്ടുമ്പോൾ നിറഞ്ഞിരിക്കും, പഴകും തോറും കാലിയാകും. എന്താണ്? പറഞ്ഞോളൂ. പേന. പേനയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരട്ടെ. പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പത്താമത്തെ ക്വസ്റ്റ്യൻ ആരും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അതെ, 10ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും എന്നാൽ മറ്റാർക്കും കാണാൻ കഴിയാത്തതുമായ സാധനം എന്താണ്? നിങ്ങൾക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ, മറ്റാർക്കും കാണാൻ പറ്റത്തില്ല. എന്താ ഒരിക്കലും കാണാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. മറ്റാർക്കും കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു സാധനം ഉണ്ട്. എന്താണ്? രാത്രി കാലങ്ങളിലാണ് ഇത് കാണുന്നത് കൂടുതലും. പറഞ്ഞോ. രാത്രി കാലങ്ങളിലാണ് സ്വപ്നം. കറക്റ്റ് ആൻസർ. സ്വപ്നം. 3-3. അപ്പോൾ ഇനി അടുത്ത ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയുന്ന ആരാണോ അവരാണ് ഇന്നത്തെ വിജയി. അപ്പോൾ മോള് മിണ്ടരുത് കേട്ടാ, ഇവര് 3 പറയട്ടെ. അയ്യോ, അടുത്ത ക്വസ്റ്റ്യൻ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു മാല ഉണ്ട്. ഏതാണ് ആ മാല? കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മാലയാണ്. പൂമാല അല്ല, മാല. കുട്ടിക്കാലത്ത് നമ്മൾ ഉപയോഗിക്കും. കുട്ടിക്കാലത്ത് മാത്രമേ ഇത് ഉപയോഗിക്കൂ. ഓരോന്നൊക്കെ പഠിക്കാൻ ഉപയോഗിക്കും. അക്ഷരമാല. യെസ്, കറക്റ്റ് ആൻസർ അക്ഷരമാലയാണ്. എന്താണ് പേര്? അക്ഷയ്. അപ്പോൾ അക്ഷരമാല എന്ന ആൻസർ പറഞ്ഞ് അക്ഷയ് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി അക്ഷയാണ്. അക്ഷയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റുമായ ഹർഷുകുമാർ സാറിനെ ക്ഷണിച്ചോളൂ. അക്ഷയ്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.